ആവശ്യപ്പെടുന്നത്. തിരുവനന്തപുരം കവടിയാറിൽ അമിത വേഗത്തിലെത്തിയ കാർ പോസ്റ്റിലിടിച്ച് അപകടമുണ്ടായി. തിരുവനന്തപുരത്തെ നിഖിലിന് ഗുരുതരമായി പരിക്കേറ്റു. ഇന്നലെ രാത്രി 1:30 മണിയോടെയാണ് ഈ അപകടം ഉണ്ടായത്. ഈ അപകടം നടന്ന സ്പോട്ടിൽ ഇപ്പോൾ അജീഷ് ജയകുമാർ എത്തിയിട്ടുണ്ട്. നമ്മുടെ പ്രതിനിധി അജീഷ് തത്സമയം ചേരുന്നു. ഗുഡ് മോർണിംഗ് അജീഷ്, എന്തൊക്കെയാണ് വിശദവിവരങ്ങൾ? തിരുവനന്തപുരത്ത് തന്നെ ഏറ്റവും കൂടുതൽ വാഹന നിയന്ത്രണങ്ങൾ ഉള്ള ഒരു റോഡാണ് ഈ കവടിയാറ് വെള്ളയമ്പലം റോഡ്. ഇവിടെയാണ് ഇന്നലെ രാത്രി 1:30 ഈ അപകടം സംഭവിച്ചത്. എനിക്ക് പിന്നിൽ കാണുന്നതാണ് ഈ കാറ്. ഇന്നലെ രാത്രി അമിത വേഗത്തിൽ ആണ് ഈ കാർ ഇതുവഴി പാഞ്ഞെത്തിയത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിന് മുന്നിലായി ഒരു സ്വിഗ്ഗി ഡെലിവറി ബോയ് രാത്രി പോകുന്നുണ്ടായിരുന്നു. അദ്ദേഹമാണ് ഈ കാറ് അപകടത്തിൽപ്പെടുന്ന ദൃശ്യങ്ങൾ കണ്ടത്. അത് ഉടൻ തന്നെ പോലീസിനെ അറിയിക്കുകയും പോലീസെത്തി ഈ കാറിലുണ്ടായിരുന്ന ആളെ ആശുപത്രിയിലാക്കുകയും ആണ് ചെയ്തത്. ഗുരുതരമായി പരിക്കേറ്റ തിരുവനന്തപുരം സ്വദേശി നിഖിൽ പ്രശാന്തിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന് ശേഷം പിന്നെ കിംസ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അദ്ദേഹം സീറ്റ് ബെൽറ്റ് ധരിച്ചിട്ടുണ്ടായിരുന്നില്ല. അതാണ് ഈ അപകടത്തിന്റെ വ്യാപ്തി കൂട്ടിയത്. മാത്രമല്ല, ഇത് രാജ്ഭവന്റെ മതിലാണ് ഈ കാണുന്നത്. ഇവിടുത്തെ ഒരു ഇരുമ്പ് തൂണുകളുണ്ട്. ഇത് അലങ്കാരത്തിന് വേണ്ടി നിർത്തിയിരുന്ന ഇരുമ്പ് തൂണാണ്. ഇതും ഇടിച്ചുമറിച്ച് ഇവിടുത്തെ ഒരു മരത്തിലും ഈ രാജ്ഭവൻ ഈ ഭിത്തിയിലുമായി ഇടിച്ചു നിൽക്കുകയായിരുന്നു ഈ കാർ. ഒരു ഹോണ്ട സിറ്റി കാറാണ്. നിലവിൽ എന്തായാലും ഈ കാറിലുണ്ടായിരുന്ന ആൾക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ആളെ ഇപ്പോൾ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ പ്രദേശത്ത് നമുക്കറിയാവുന്നതുപോലെ മുമ്പ് ഈ ശ്രീറാം വെങ്കട്ടരാമന്റെ കെ എം ബഷീറിന്റെ അപകടമടക്കം നടന്ന സ്ഥലമാണ്. ഏറ്റവും കൂടുതൽ അപകടങ്ങൾ നടന്ന ഒരു പശ്ചാത്തലത്തിൽ, കാറോട്ട മത്സരങ്ങളടക്കം നടന്നൊരു പശ്ചാത്തലത്തിൽ പോലീസ് കടുത്ത നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നൊരു പ്രദേശം കൂടിയാണ് ഇവിടെ. കർശനമായിട്ടുള്ള വേഗത നിയന്ത്രണമുണ്ട്. മണിക്കൂറിൽ 40 കിലോമീറ്റർ മാത്രമേ വേഗത പാടുള്ളൂ. മാത്രമല്ല, ഏറ്റവും കൂടുതൽ സുരക്ഷാ ക്യാമറയുമുള്ള സ്ഥലം കൂടിയാണ് ഈ കവടിയാറ് വെള്ളയമ്പലം റോഡ്. അവിടെയാണ് ഇത്തരത്തിൽ വീണ്ടും ഒരു അമിത വേഗത്തിൽ എത്തിയ ഒരു കാറ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ ഈ വശത്തുനിന്ന് ഏതാണ്ട് ആ വളവ് തിരിഞ്ഞ് ഈ കാറ് നിരങ്ങി വന്ന് ഈ മതിൽ ഇടിച്ചു നിൽക്കുകയാണ് ചെയ്തിട്ടുണ്ടാവുന്നത്. നമുക്ക് ഇതിനകത്ത് ആ ദൃശ്യങ്ങളിൽ നോക്കുമ്പോൾ കാണാം, സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. എയർ ബാഗ് പുറത്തേക്ക് തള്ളി വന്നിട്ടില്ല. അതായത് സീറ്റ് ബെൽറ്റ് ഇടാത്തതിന്റെ ലക്ഷണമാണത്. ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ എത്തി ഈ കാർ മാറ്റുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നാട്ടുകാരെല്ലാം കൂടി ചേർന്നിട്ടാണ് ഈ കാർ ഇപ്പോൾ ഇവിടുന്ന് മാറ്റുന്നത്. ഇന്നലെ രാത്രി 1:30 മണിയോടുകൂടിയാണ് ഈ ഒരു അപകടം സംഭവിച്ചിരിക്കുന്നത്. ഓക്കെ, അജീഷ് ജയകുമാറാണ് കവടിയാറിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.